ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് സദ്യകളിലൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് വിളമ്പുന്ന 2 വിഭവങ്ങളുമായിട്ടാണ്. ഇപ്പോൾ ഓണക്കാലമൊക്കെ ഇങ്ങ് എത്തിയല്ലോ, ഇന്ന് അത്തമാണ്, എല്ലാവരും ഓണത്തിൻ്റെ പ്രിപ്പറേഷനിലൊക്കെയാണ്. അപ്പം നമുക്ക് പൈനാപ്പിൾ വെച്ചിട്ട് ചെയ്യുന്ന ഒരു പച്ചടിയും ഒരു മധുരക്കറിയുമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരു നല്ല ഓണക്കാലം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഡിഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മധുരക്കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഞാനിവിടെ മുഴുവനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു പൈനാപ്പിളാണ്. അതിൻ്റെ പകുതി ഭാഗം കൊണ്ടാണ് ഞാൻ മധുരക്കറി ഉണ്ടാക്കുന്നത്, പകുതി എടുത്താണ് ഞാൻ പച്ചടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പൈനാപ്പിളിൻ്റെ പകുതിയാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 അല്ലെങ്കിൽ 3/4 ടീസ്പൂണോളം മുളക് പൊടിയാണ്. അത് നമ്മൾ എരിവിനനുസരിച്ച് വേണം, നമുക്ക് ഒരുപാട് എരിവ് വേണ്ട, എന്നാൽ ഒരു ചെറിയ എരിവ് വേണം താനും. അപ്പോൾ ഒരുപാട് എരിവ് ആഡ് ചെയ്യാതിരിക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ സമയം വേണം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട്. എന്നാലേ നമ്മുടെ ആ പൈനാപ്പിളിലൊക്കെ ആ ഉപ്പിൻ്റെ ഒരു അംശം നമുക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടത്തുള്ളൂ. ഇതിലേക്ക് ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നല്ല അത്യാവശ്യം ഒന്ന് സ്മൂത്തായിട്ട് അടിച്ചെടുക്കുക. ഇനിയിപ്പം നമുക്ക് ആ അടിച്ചെടുത്തത് ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലെ വെള്ളം നന്നായിട്ട് വറ്റുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മൾ വേവാനായിട്ടും അല്ലാതെ കൈതച്ചക്കയിൽ ഓൾറെഡി കാണും കുറച്ച് വെള്ളം. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് പറ്റുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കുക. ഇത് നന്നായിട്ട് പറ്റി വരുന്ന സമയം നമുക്ക് ഇതിലേക്ക് ശർക്കര പാനിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ശർക്കര പാനിയും ഈ കൈതച്ചക്കയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പാനിയൊക്കെ നന്നായിട്ട് പറ്റി ഇത് നല്ല ഒരു കുറുകിയുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. അപ്പോൾ ഇത് നമുക്കൊന്ന് പറ്റിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ശർക്കര പാനിയൊക്കെ നന്നായിട്ട് പറ്റി നമ്മുടെ ആ പൈനാപ്പിളൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഈ സമയം വേണം നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ തേങ്ങ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലെ ആ വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായിട്ട് മാറിയതിന് ശേഷമേ നമ്മൾ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇത് നമുക്ക് തിക്കായിട്ട് കിട്ടില്ല, ലൂസായിട്ടുള്ളൊരു പരുവത്തിലായിരിക്കും നമുക്ക് കറി ആയി വരുമ്പോൾ കിട്ടുന്നത്. മധുരക്കറി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടേണ്ട, അങ്ങനെയാണല്ലോ സദ്യയിൽ അത് സാധാരണ വിളമ്പുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കുന്നത് സാധാ തേങ്ങ വറക്കാതെ പച്ച തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരുപാട് കുറച്ച് നാളത്തേക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ആണെങ്കിലാണ് നമ്മൾ അങ്ങനെ വറുത്ത് ചേർത്ത് കൊടുക്കേണ്ടത്. അല്ല നമുക്ക് തൽക്കാലം 1-2 ദിവസത്തേക്ക് ഉപയോഗിക്കാനാണെങ്കിൽ ഇതുപോലെ പച്ച തേങ്ങ ചേർത്താൽ മതി. ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല. ഞാൻ എപ്പോഴും ഇത് ഉണ്ടാക്കാറുള്ളതാണ്. നല്ല ടേസ്റ്റ് തന്നെ നമുക്കിത് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ ഈ തേങ്ങ ഒന്ന് ഈ ശർക്കരയിലും ഈ പൈനാപ്പിളിലും ഒക്കെ കിടന്ന് നന്നായിട്ട് ആ തേങ്ങയുടെ ആ വെള്ള കളറൊക്കെ ഒന്ന് മാറി നല്ല നമുക്കൊരു ഡാർക്ക് കളറ് കിട്ടും. അതുവരെ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ഇതിലെ ബാക്കിയുള്ള ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. ഇപ്പം നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഒരല്പം കാഷ്നട്ടും കിസ്മിസും കൂടെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുന്തിരിങ്ങ ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സമയം വേണം നമ്മൾ മുന്തിരിങ്ങയൊക്കെ ആഡ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ മുന്തിരിങ്ങ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ആഡ് ചെയ്യുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി. നമുക്ക് ഈ ഒരുപാട് നെയ്യൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട, കുറച്ച് നെയ്യ് മതി. ഒരുപാട് നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ ആ നെയ്യുടെ ഒരു ടേസ്റ്റ് ആയിരിക്കും, നമ്മുടെ പൈനാപ്പിളിൻ്റെ ആ ഒരു രുചിയൊക്കെ മാറി നെയ്യുടെ ടേസ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് ഇതിലേക്കൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പം നെയ്യൊക്കെ ഒന്ന് ആ കാഷ്നട്ടും ആ കിസ്മിസും ഒക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിനി നമ്മൾ ഒന്ന് തീ ഓഫ് ചെയ്ത് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇത് ഒന്നുകൂടെ നന്നായിട്ട് കുറുകി വരും. അപ്പോഴാണ് നമുക്ക് ആ മധുരക്കറിയുടെ ആ കറക്റ്റ് പരുവത്തിന് ഇത് കിട്ടുന്നത്. ഒട്ടും വെള്ളം ഇല്ലാതെ വേണം നമുക്ക് മധുരക്കറി ആക്കി വെക്കാനായിട്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഈ സമയം നമുക്ക് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് പകുതി അളവിലുള്ള പൈനാപ്പിളാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഒരുപാട് വലുതായിട്ട് കട്ട് ചെയ്യേണ്ട, ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് വളരെ കുറച്ച് അളവിൽ മുളക് പൊടിയാണ്. നമ്മൾ ഒരുപാട് മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിളിൻ്റെ പച്ചടി ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കളറിന് നല്ല വ്യത്യാസം വരും. അതുകൊണ്ട് നമുക്കൊരു പേരിന് മാത്രം മുളക് പൊടിയും
പിന്നെ നമ്മൾ പച്ചമുളകാണ് ഇതിന് എരിവിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യേണ്ടത് ഇതിനാവശ്യമായ ഉപ്പാണ്. നമ്മളിപ്പോൾ പൈനാപ്പിളിന് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ വേണമെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചട്ടി അടുപ്പത്തൊട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവുന്ന സമയത്തിന് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അപ്പം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിതൊരു അരമുറി തേങ്ങ അത്രത്തോളം അളവിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുകാണ്. ഒരുപാട് കടുക് ചേർക്കേണ്ട, നമുക്ക് ആ കടുകിൻ്റെ ഒത്തിരി ടേസ്റ്റ് അങ്ങ് വരും. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുക്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിലോളം ജീരകപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ജീരകമാണെങ്കിലും ചേർത്താൽ മതി. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കേണ്ട, കുറച്ച് നമുക്ക് തിക്ക് പേസ്റ്റ് ആയിട്ട് കിട്ടേണ്ടതാണ്. നമുക്ക് പൈനാപ്പിൾ വെന്ത് വരുന്ന സമയം നമ്മൾ അതിൽ എന്തായാലും കുറച്ച് വെള്ളം കാണും. അപ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇത്. ഇപ്പം എന്താ ഒരുപാട് വെള്ളമില്ല, ഒരു തിക്കായിട്ടാണ് നമ്മളിത് അരച്ചെടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് പഴുത്ത പൈനാപ്പിൾ അല്ലെങ്കിൽ നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പം നമുക്കിതൊന്ന് തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തേക്കാം. ഇതിപ്പം അത്ര നന്നായിട്ട് പഴുത്ത പൈനാപ്പിൾ അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ഉടച്ചു കൊടുക്കുന്നത്. നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുമായിരുന്നു നല്ലതായിട്ടിത് വെന്ത് കിട്ടിയാൽ. ഇതിന് നന്നായിട്ട് ഉടഞ്ഞ് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ആ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പം തീ ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും വേണ്ട, നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ അരപ്പ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പ് അത്യാവശ്യം ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത്യാവശ്യം വെള്ളമില്ലാതെ കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഈ തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്തേക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ ഓൾറെഡി നമുക്ക് നല്ല ചൂടിലാണിരിക്കുന്നത്. ആ ചൂടിലൊന്ന് ഇതൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ആ തൈരും നമ്മുടെ പൈനാപ്പിളും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. നമ്മൾ പൈനാപ്പിൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്താണ് വേവിച്ചത്. അപ്പം നമ്മുടെ ഇപ്പോൾ ഉള്ള അരപ്പിൻ്റെയും ആ തൈരിനും വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് കടുക് താളിക്കാം. അതിനായിട്ട് ഞാൻ ആ പാൻ ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും നമുക്കൊരല്പം ഉലുവായും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് ചെറുതായിട്ട് പൊട്ടി വന്നപ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ വറവ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പച്ചടിയിലേക്ക് വറവ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ സദ്യ സ്പെഷ്യലായിട്ടുള്ള പൈനാപ്പിൾ പച്ചടിയും മധുരക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ടും നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടിയും മധുരക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മധുരക്കറിയുടെ ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്ക് സദ്യയുടെ കൂടിയൊക്കെ കഴിക്കുമ്പം ഒരു എക്സ്ട്രാ ടേസ്റ്റ് ആണല്ലോ ഈ മധുരക്കറി. ആ മധുരവും ആ എരിവും ഒക്കെ കൂടി ആകുമ്പോഴത്തേക്ക് നമ്മുടെ സദ്യയിലെ സ്പെഷ്യൽ താരങ്ങൾ തന്നെ ഇവരാണെന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പൈനാപ്പിൾ കൊണ്ടുള്ള ഈ പച്ചടിയും ഈ മധുരക്കറിയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഈ രീതിയിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഓണത്തിൻ്റെ ഒരു ഡിഷായി തന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പം ഇനിയും പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.